കോഴിക്കോട് തൊട്ടിൽപ്പാലത്തെ ഓടങ്കാട് ഉന്നതിയിലെ വനവാസികൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് നേരിടുന്നത് കടുത്ത അവഗണന. കുടിവെള്ള സംവിധാനങ്ങളും ശൗചാലയ സൗകര്യങ്ങളും ഇല്ലാതെ നരകജീവിതം നയിക്കുകയാണ് ഇവിടെയുള്ള മനുഷ്യർ. സർക്കാർ തങ്ങളെ മനുഷ്യരായി പോലും പരിഗണിക്കുന്നില്ല എന്നാണ് ഉന്നതി നിവാസികൾ പറയുന്നത്. ഓടങ്കാടുമ്പൽ ഉന്നതിയിലാണ് നമ്മളുള്ളത്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അവഗണനയുടെ ചൂഷണത്തിന്റെ ഇരകൾ. ഞങ്ങൾ എന്ത് ചെയ്തിട്ടെന്താ? എന്നിട്ട് ഞങ്ങൾ തെരുവിൽ കണ്ട് പട്ടിയെ പോലെ ഞങ്ങളിവിടെ കഴിയുന്നത്. എന്നാൽ അവരെങ്ങനെങ്കിലും ഞങ്ങളിവിടുന്ന് മാറ്റണ്ടേ? ഇപ്പം 3-4 കുടുംബം ഞങ്ങളിവിടെ നിൽക്കുന്നത്. മേലെ ചോർന്നിട്ട് പിന്നെ മഴത്തൊന്നും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല. മിന്നലും ഇടിയലും എടുത്താൽ അത് ചെറിയ മക്കൾക്കാണ് ബാധിക്കുക. ഒരു മുറ്റത്ത് കൂടി നടക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റൂല. സ്ഥലം കിട്ടിയേക്ക്, പക്ഷെ അവിടെ വീട് പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ലൈറ്റ് ഉണ്ട്, പക്ഷേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റോക്കുള്ള സാധനമാണ്. ഇത് വയറ് വലിച്ചിട്ട് ഞങ്ങൾ ഇതാ നോക്കിക്കൊള്ളിതാ അങ്ങനെ കഴിയുന്ന ഇവിടെ. ഗ്യാസൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. അതിനെല്ലാം പൈസ വേണം ഗ്യാസ് നിറക്കാൻ. അതൊന്നും ഞങ്ങൾക്ക് ആവില്ല കൊടുക്കാനും. 80 വയസ്സായ മാണി, മകൾ സിന്ധു തുടങ്ങി 11 പേരുണ്ട് ഇവിടെ. വെള്ളമില്ല, ഭക്ഷണമില്ല, അന്തി ഉറങ്ങാൻ ഈ ഒറ്റമുറി വീട് മാത്രം. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ വീട്ടിൽ നരകജീവിതം നയിക്കുകയാണ് കുറേ മനുഷ്യർ. ആ ചൂട് തന്നെ ഞങ്ങളറിയില്ല. ഞങ്ങളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്നു. വേറെ ഏതെങ്കിലും തുള്ളി പോഞ്ഞോടും. ഞങ്ങൾക്ക് നിൽക്കുന്ന വേറെ ഒരു സ്ഥലം വേണ്ടേ? ഉന്നതിയിലെ 10 കുടുംബങ്ങളിലായി 35ഓളം പേരും ജീവിക്കുന്നത് സമാനമായ സാഹചര്യത്തിൽ. 3 കുടുംബങ്ങൾക്ക് ശൗചാലയം പോലും ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. വോട്ട് ചെയ്തില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുമെന്ന് പറഞ്ഞ് ഇവരെയും ചിലർ പറ്റിച്ചു. ഉത്തരേന്ത്യയെ നോക്കി ദളിത് സ്നേഹം വിളമ്പുന്ന ഇടത് സാംസ്കാരിക നായകരൊന്നും ഇവരെ തേടി എത്തിയിട്ടില്ലെന്നതാണ് അടക്കം പറച്ചിൽ. ഇവിടെ കുടിവെള്ളത്തിൻ്റെ ഇതാണല്ലോ, അവർ തന്നെ വിളിച്ച് പറയണം. അത് വിളിച്ച് പറയാൻ തന്നെ ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ ഒരു 3-4 മണിയാകുമ്പോൾ വെള്ളം വരും. അതുവരെ ആ ഉമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ കോരിക്കൊണ്ടുവരിക. ഇപ്പോൾ ആ കിണറ്റിൽ വെള്ളം പറ്റിയവനായി. കിടക്കാനൊരിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, ഇത് മാത്രമാണ് ഇവർ നമ്മുടെ സർക്കാർ സംവിധാനത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാനം ദാരിദ്ര്യമുക്തമായി എന്ന് സർക്കാർ പറഞ്ഞത് വെറും PR വർക്കായിരുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. ഓടങ്കാട് ഉന്നതി നിവാസികൾ. ജനം, കോഴിക്കോട്.